ക്രിസ്തുവാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഏറെ അഭിമാനത്തോടെയാണ് യഹൂദർ തങ്ങളുടെ കുടുംബ പാരമ്പര്യത്തെക്കുറിച്ച് പറഞ്ഞത്. തങ്ങൾ ഒരു പ്രത്യേക ഗോത്രത്തിൽ നിന്നാണ് എന്ന് പറയുന്നതിൽ അവർ ഏറെ അഭിമാനിച്ചിരുന്നു. ഗോത്രം എത്ര ചെറുതാണെങ്കിലും, തൻ്റെ കുടുംബം എത്ര ചെറുതാണെങ്കിലും, എത്ര കുറവുകളുള്ളതായാലും കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ ഏറെ അഭിമാനത്തോടെയാണ് അവർ പറഞ്ഞിരുന്നത്. കുടുംബമെന്ന് പറഞ്ഞാൽ അവർക്ക് എല്ലാമായിരുന്നു. നാമും അതിൽ നിന്ന് വ്യത്യസ്തരല്ല. നമുക്കും നമ്മുടെ കുടുംബവും നമ്മളുടെ പാരമ്പര്യവും വളരെ പ്രിയപ്പെട്ടതാണ്. പ്രത്യേകമായിട്ട് നാം ഒരു വ്യത്യസ്തമായിട്ടുള്ള രാജ്യത്ത് നിന്നാണ് വരുന്നതെങ്കിൽ, പക്ഷെ നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയുമ്പോൾ നാം ഏറെ അഭിമാനത്തോടു കൂടെയാണ്, അത് എത്ര കുറവുകളുണ്ടെങ്കിൽ പോലും ഏറെ അഭിമാനത്തോടു കൂടെയാണ് നാം നമ്മുടെ രാജ്യത്തെക്കുറിച്ച് പറയുന്നത്. ഇങ്ങനെ കുടുംബ പാരമ്പര്യം എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും ഏറ്റവും പ്രിയപ്പെട്ടതാണ്. ഈ പശ്ചാത്തലത്തിലാണ് യേശുവിൻ്റെ അമ്മയും സഹോദരരും യേശുവിനെ കാണുവാനായിട്ട് അവിടെ വരുന്നത്. എന്നാൽ ഒരു വലിയ ജനക്കൂട്ടമുള്ളതുകൊണ്ട് അവർക്ക് അവൻ്റെ അടുത്ത് എത്തുവാനായിട്ട് സാധിക്കുന്നില്ല. യേശുവിൻ്റെ മുമ്പിൽ ഈ അറിയിപ്പെത്തുകയാണ്, നിൻ്റെ അമ്മയും സഹോദരരും വന്നിട്ടുണ്ട് എന്നുള്ള അറിയിപ്പ്. ഈ അവസരം യേശുനാഥൻ അവരെ വലിയൊരു പാഠം പഠിപ്പിക്കുവാനായിട്ടും അവരെ ഒരു വലിയ കുടുംബത്തിലേക്ക് ക്ഷണിക്കുവാനായിട്ടും ഈ അവസരം പ്രയോജനപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, യേശു തൻ്റെ കുടുംബത്തെ വിശാലമാക്കുകയാണ്. യേശു പറയുന്നത്, ആരാണ് എൻ്റെ സഹോദരർ, ആരാണ് എൻ്റെ അമ്മ? ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരരും. പ്രിയപ്പെട്ടവരെ, ഈ പ്രത്യേക കുടുംബത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് യേശുവിന് ചുറ്റും ഇരുന്ന് കേൾക്കുവാനായിട്ടുള്ള മനസ്സ്. നാം യേശുവിന് ചുറ്റും ഇരുന്ന് കേൾക്കുവാനായിട്ട് എല്ലാ ദിവസവും മനസ്സ് കാണിക്കുന്നവരാണ്. ദൈവവചനം കേൾക്കാനായിട്ട് എന്തുമാത്രം തീവ്രമായിട്ടുള്ള അഭിലാഷം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് എന്ന് ഒന്ന് പരിശോധിക്കാം. ദൈവവചനം കേൾക്കാനായിട്ട് എനിക്ക് ഇഷ്ടമുണ്ടോ? ആ കേൾക്കുന്നവർ മാത്രമാകാനായിട്ടുള്ള യേശു ക്ഷണിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുന്നവരാകാനായിട്ടും ആണ് ഇവിടെ നമുക്ക് ക്ഷണം ലഭിക്കുന്നത്. നാം ഈ അഭിമാനത്തോടെ പറയുന്ന നമ്മുടെ പ്രത്യേകമായിട്ടുള്ള കുടുംബങ്ങൾ, ആ കുടുംബങ്ങളിൽ പോലും ചിലപ്പോൾ വിള്ളലുകൾ ഉണ്ടായേക്കാം. നമ്മുടെ രാജ്യം പോലും നമ്മളെ തള്ളിപ്പറഞ്ഞേക്കാം, അല്ലെങ്കിൽ കുടുംബം നമ്മെ തള്ളിപ്പറഞ്ഞേക്കാം. എന്നാലും ദൈവത്തിൻ്റെ ഈ കുടുംബം എന്ന് പറയുന്നത് നമ്മെ ചേർത്ത് പിടിക്കുന്നവരാണ്. അകത്തേക്ക് വരുവാനായിട്ട് ക്ഷണിക്കുന്ന ഒരു കുടുംബമാണ് ഇത്. യേശു നമ്മെ അകത്തേക്ക് ക്ഷണിക്കുകയാണ്, ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റുവാനായിട്ട്, തൻ്റെ സ്വരം ശ്രവിക്കാനായിട്ട്, യേശുവിൻ്റെ ചുറ്റുമിരുന്ന് ദൈവവചനം കേൾക്കാനായിട്ട് ഓരോ ദിവസവും നാം എടുക്കുന്ന ശ്രമം എന്തുണ്ട്, നമ്മുടെ അതിനുള്ള ആഗ്രഹം എന്തോരമുണ്ട് എന്ന് നമുക്ക് പരിശോധിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.